ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സഭയും ലോകമതങ്ങളും എന്ന 9-ാം അധ്യായത്തിൻ്റെ ആരംഭ ഭാഗമാണ് ചർച്ച ചെയ്തത്. അതിൽ നമ്മൾ മതത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും ലോകത്തിലെ 8ഓളം മതങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു. ഇന്ന് നമുക്ക് ഏറെ പരിചിതമുള്ളതും കേട്ടിട്ടുള്ളതുമായ ഇസ്ലാം മതത്തെക്കുറിച്ചും ഹിന്ദു മതത്തെക്കുറിച്ചും കൂടാതെ നമ്മൾ അംഗമായിരിക്കുന്ന ക്രിസ്തു മതത്തെക്കുറിച്ചും മനസ്സിലാക്കണം. പാഠഭാഗത്തിൻ്റെ അവസാനത്ത് സഭയ്ക്ക് മറ്റ് മതങ്ങളോടുള്ള സമീപനം എന്താണ് എന്ന് ഉള്ളതും നമുക്കിന്ന് മനസ്സിലാക്കാം. പാഠപുസ്തകത്തെ ക്രമമനുസരിച്ച് 9-ാമത്തെ മതമാണ് ഇസ്ലാം മതം. AD 610-നും 632-നും ഇടയിൽ അള്ളാഹു അഥവാ ദൈവം പ്രവാചകനായ മുഹമ്മദിന് വെളിപ്പെടുത്തി കൊടുത്ത മതമാണ് ഇസ്ലാം മതം. ഖുർആൻ ആണ് ഇസ്ലാം മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥം. ഏദൻ തോട്ടത്തിൽ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിൽ നിലനിന്നിരുന്ന സൗഹൃദം പുനഃസ്ഥാപിക്കുകയാണ് ഇസ്ലാമിന്റെ ലക്ഷ്യം. ദൈവത്തെ അള്ളാഹു എന്ന് അവർ വിളിക്കുന്നു. അള്ളാഹു ഏകനും സർവശക്തനും പരമകാരുണികനുമാണ്. അള്ളാഹുവിൽ നിന്ന് മനുഷ്യരിലേക്ക് സന്ദേശങ്ങൾ കൈമാറുന്നവരാണ് പ്രവാചകന്മാർ. അതിലെ ഏറ്റവും പ്രധാനിയും അവസാനത്തെ പ്രവാചകനുമാണ് മുഹമ്മദ് നബി. നബിക്ക് ദൈവം നൽകിയ സന്ദേശങ്ങളാണ് ഖുർആനിലുള്ളത്. അതിനാൽ ഖുർആൻ പൂർണ്ണമായി അനുസരിക്കുവാൻ മനുഷ്യൻ കടപ്പെട്ടിരിക്കുന്നു. ഒരാൾ ഇസ്ലാം ആയിരിക്കുവാനും സ്വർഗപ്രാപ്തി നേടാനും 5 മതധർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. ഇതിനെ പഞ്ചസ്തൂപങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അവ ഇനി പറയുന്നവയാണ്: 1. അള്ളാഹുവിലും പ്രവാചകനിലും വിശ്വസിക്കുക, അത് പ്രഖ്യാപിക്കുകയും ചെയ്യുക. 2. നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന 5 നേരങ്ങളിലും നിസ്കരിക്കുക. 3. കഴിവിനനുസരിച്ച് നിർബന്ധമായും ദാനധർമ്മം ചെയ്യുക. 4. റംസാൻ മാസത്തിൽ നോമ്പ് ആചരിക്കുക. 5. സാധിക്കുന്ന എല്ലാവരും ഹജ്ജ് നടത്തുക, അതായത് മക്കയിലേക്ക് തീർത്ഥാടനം നടത്തുക. ഈ 5 കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് സ്വർഗപ്രാപ്തി നേടാൻ സാധിക്കുമെന്ന് ഇസ്ലാം മതം പഠിപ്പിക്കുന്നു. അടുത്തത് 10-ാമത്തെ മതം ഹിന്ദു മതമാണ്. ഹിന്ദു മതത്തെ നിർവചിക്കുക എളുപ്പമല്ല. ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങളും പിന്തുടരുന്ന വിവിധ ഉപാസനാ സമ്പ്രദായങ്ങൾ ഹിന്ദുമതം എന്ന പേരിൽ അറിയപ്പെടുന്നു. സനാതനധർമ്മം, ദൈവിക ധർമ്മം എന്നീ പേരുകളിലും ഹിന്ദുമതം അറിയപ്പെടുന്നുണ്ട്. ഒരു പ്രത്യേക സ്ഥാപകനോ മറ്റ് മതങ്ങളെ പോലെ ഇതിന് ഒരു വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനമോ ഇല്ല. പ്രത്യുത തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും ആരാധന അനുഷ്ഠാനങ്ങളും വിധികളും ധാർമ്മിക ശാസ്ത്രവും എല്ലാം ചേർന്ന ഒരു ജീവിതചര്യയാണത്. അതാകട്ടെ മനുഷ്യാത്മാവിനെ മോക്ഷത്തിലേക്ക് നയിക്കാനുള്ള സാധനകളുടെ ആകെത്തുകയാണ്. ഒരു വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനമായിട്ടില്ല എങ്കിലും വേദങ്ങളും ഉപനിഷത്തുകളും ഭഗവത്ഗീതയും രാമായണം, മഹാഭാരതം എന്നീ ഇതിഹാസങ്ങളും അടങ്ങിയ ഒരു ഗ്രന്ഥ സമുച്ചയം തന്നെ ഹിന്ദുമതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളായി ഉണ്ട്. ഹിന്ദുമത കാഴ്ചപ്പാടിൽ ഈശ്വര ചിന്തയെ ബഹുദേവതാവാദം, ഏകദേവതാവാദം, ദ്വൈതം, അദ്വൈതം എന്നീ തരങ്ങളിൽ വീക്ഷിക്കാം. അതായത് മനുഷ്യബുദ്ധിക്ക് അതീതമായതിനെയെല്ലാം ദൈവമായി ആരാധിക്കുന്നതാണ് ബഹുദേവതാവാദം. ഏകദേവതാ വിശ്വാസത്തിൽ ഒരു ദൈവത്തെ മാത്രം ആരാധിക്കുന്നു. ദ്വൈതത്തിൽ ഈശ്വരനും പ്രപഞ്ചത്തിനും വെവ്വേറെ അസ്തിത്വമുണ്ടെന്ന് കരുതുമ്പോൾ അദ്വൈതത്തിൽ പരമാത്മാവും ജീവാത്മാവും ഒന്ന് തന്നെയാണെന്ന് സിദ്ധാന്തിക്കുന്നു. ഹിന്ദുമത വിശ്വാസപ്രകാരം മനുഷ്യൻ അധർമ്മം, കർമ്മം, സംസാരം അഥവാ ലോകം, ഇച്ഛ, സ്വാർത്ഥത, അജ്ഞത എന്നിവയാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. ഇവയിൽ നിന്നെല്ലാമുള്ള മോചനമാണ് മോക്ഷം. ഈ മതവിശ്വാസപ്രകാരം അഥവാ ഹിന്ദു മതവിശ്വാസപ്രകാരം മരണത്തോടെ എല്ലാം അവസാനിക്കുന്നില്ല. മനുഷ്യന്റെ സത്പ്രവൃത്തികൾക്കും ദുഷ്പ്രവൃത്തികൾക്കും ഉചിതമായ ഫലം ഭാവിയിൽ അവന് കിട്ടും. ഈ പ്രതിഫലം ശാശ്വതമല്ല. പിന്നെയോ മുൻജന്മ കർമ്മഫലം അനുഭവിച്ചു തീർക്കുകയോ യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് വരികയോ ചെയ്യുമ്പോഴാണ് ഒരുവന് യഥാർത്ഥ മുക്തി ലഭിക്കുന്നത്. അതുവരെ അവൻ പുനർജന്മത്തിന് വിധേയനാകുന്നു എന്ന് ഹിന്ദുമതം പഠിപ്പിക്കുന്നു.
അനന്തമായി നീളുന്ന ഈ ജനന മരണ ചക്രത്തിൽ നിന്നുള്ള മോചനമാണ് മുക്തി. ജ്ഞാനം, കർമ്മം, ഭക്തി എന്ന 3 മാർഗങ്ങളിലൂടെ മുക്തി നേടാം. മുക്തി പ്രാപിക്കുന്നവൻ പരമാത്മാവിൽ ലയിക്കുന്നു, അഥവാ അവൻ നിത്യമായ ഒരു ആനന്ദാവസ്ഥയിൽ പ്രവേശിക്കുന്നു. അവസാനത്തേത് നമ്മൾ അംഗമായിരിക്കുന്ന നമ്മുടെ സ്വന്തം മതമാണ് ക്രിസ്തുമതം. ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവിടുത്തെ പ്രബോധനങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരുടെ സമൂഹത്തെയാണ് ക്രിസ്തുമതം എന്ന് വിളിക്കുന്നത്. ക്രിസ്തുമതം രൂപപ്പെട്ടത് യഹൂദമത പശ്ചാത്തലത്തിലാണ്. ദൈവപുത്രനായ യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങളാണ് ക്രിസ്തുമതത്തിന്റെ അടിസ്ഥാനം. മനുഷ്യാവതാരം ചെയ്ത യേശുവിന്റെ നാമത്തിൽ ഏവരും രക്ഷ പ്രാപിക്കണമെന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഇതിനുവേണ്ടി ഇസ്രായേൽ ജനത്തെ ദൈവം കരുതലോടെ ഒരുക്കിയതെന്ന് വിവരിക്കുന്ന പഴയ നിയമം ക്രൈസ്തവരുടെ മതഗ്രന്ഥമായ ബൈബിളിന്റെ ഒരു ഭാഗമാണ്. മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനായ ഈശോ തന്റെ പ്രബോധനത്തിലൂടെയും ജീവിതത്തിലൂടെയും ദൈവിക പദ്ധതി പ്രഘോഷിച്ചു. അതിന്റെ സാര സംഗ്രഹമാണ് ബൈബിളിലെ പുതിയ നിയമഭാഗം. ശത്രുക്കളെ സ്നേഹിക്കാനും അയൽക്കാരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കാനും ഈശോ പഠിപ്പിച്ചു. 1 തിമോത്തിയോസ് 3:16 പറയുന്നു, ഈശോ ദൈവത്തിന്റെ പുത്രനാണെന്നതും എല്ലാവരുടെയും രക്ഷയ്ക്കു വേണ്ടി പീഡകൾ സഹിച്ച് മരിക്കുകയും 3-ാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു എന്നത് യേശുക്രിസ്തുവിനെ ഇതര മതസ്ഥാപകരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു. തന്റെ ദൗത്യം തുടരാൻ ഈശോ ശിഷ്യരെ തെരഞ്ഞെടുത്തു. സുവിശേഷ പ്രഘോഷണ ദൗത്യം അവർക്ക് കൈമാറി ഈശോ സ്വർഗാരോഹണം ചെയ്തു. ക്രിസ്തുവിന്റെ നാമത്തിൽ രൂപപ്പെട്ട ക്രൈസ്തവ സമൂഹത്തിന്റെ കഥ പറയുന്ന അപ്പസ്തോല നടപടിയും ഇതര ലേഖനങ്ങളും ബൈബിളിന്റെ ഭാഗമാണ്. അപ്പോസ്തല പ്രവർത്തനം 4:12 പറയുന്നു, ക്രിസ്തുവിനെ ഏക രക്ഷകനായി അംഗീകരിച്ച് ഏറ്റുപറയുന്നവനാണ് ക്രിസ്ത്യാനി. ഏറ്റവും അവസാനമായി മറ്റ് മതങ്ങളോട് സഭയ്ക്കുള്ള സമീപനം എന്താണ് എന്നും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ അക്രൈസ്തവ മതങ്ങൾ എന്ന പ്രമാണരേഖയിൽ സഭയ്ക്ക് മറ്റു മതങ്ങളോടുള്ള സമീപനം എന്താണ് എന്ന് പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: മറ്റു മതങ്ങളിൽ കാണുന്ന സത്യവും വിശുദ്ധവുമായ ഒന്നും കത്തോലിക്ക സഭ തിരസ്കരിക്കുന്നില്ല. മറ്റു മതങ്ങളുടെ ജീവിതമുറകളും പ്രമാണങ്ങളും പ്രവർത്തന രീതിയും ഒക്കെ കത്തോലിക്ക സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. എങ്കിലും തിരുസഭ അവയെല്ലാം ആത്മാർത്ഥമായ ബഹുമാനത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. ഇക്കാരണത്താൽ ഇതര മതാനുയായികളുമായി വിവേകത്തോടും സ്നേഹത്തോടും കൂടി ക്രിസ്തീയ വിശ്വാസത്തിനും ജീവിതത്തിനും സാക്ഷ്യം വഹിച്ചുകൊണ്ട് സംഭാഷണത്തിലും സഹകരണത്തിലും ഏർപ്പെടാൻ സഭ സ്വസന്താനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു. മറ്റു മതങ്ങളുടെ ആധ്യാത്മികവും ധാർമ്മികവുമായ നന്മകളും സാമൂഹിക സാംസ്കാരിക മൂല്യങ്ങളും അംഗീകരിച്ച് പരിരക്ഷിക്കണമെന്നും സഭ പഠിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതര മതങ്ങൾ ക്രൈസ്തവ സഭയ്ക്ക് തുല്യമാണ് എന്ന് നാം കരുതുന്നില്ല. കാരണം ക്രിസ്തുവിന്റെ പൂർണ്ണമായ സാന്നിധ്യവും സഹവാസവും സഭയിൽ മാത്രമാണുള്ളത്. ലോകത്തെ മുഴുവൻ സുവിശേഷവൽക്കരിക്കുകയാണ് സഭയുടെ ദൗത്യം. ഇതര മതങ്ങളിലെ ദൈവാനുഭവത്തെ വ്യക്തവും ശുദ്ധവുമാക്കുകയാണ് സഭയുടെ ധർമ്മം. മറ്റു മതങ്ങളോടുള്ള സമീപനത്തെക്കുറിച്ച് പറയുമ്പോൾ 2020 ഫ്രാൻസിസ് മാർപ്പാപ്പ പുറപ്പെടുവിച്ച ചാക്രിക ലേഖനം വളരെ പ്രസ്താവ്യമാണ്. ഫ്രത്തല്ലെ തൂത്തി അഥവാ സർവരും സഹോദരർ എന്ന ചാക്രിക ലേഖനത്തിലൂടെ മാർപ്പാപ്പ ലോകത്തിലുള്ള എല്ലാവരെയും സഹോദരരായി കാണണം എന്നാണ് ആവശ്യപ്പെടുന്നത്. കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സിലും ഇന്നുമായി 9-ാം അധ്യായത്തിലെ കാര്യങ്ങൾ നാം കേട്ടുകഴിഞ്ഞു. ഇനി പാഠഭാഗം വായിച്ച് മനസ്സിലാക്കുകയും അധ്യായത്തിന്റെ അവസാനം നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യണം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.